തമിഴ്നാട്ടിലേക്ക് നീളുന്ന വയനാട് ജില്ലയിലെ ചീരാൽ കല്ലുമുക്ക് റോഡിലൂടെയുള്ള ദുരിതയാത്ര 24 നേരത്തെ അവതരിപ്പിച്ചതാണ്. വൻ കുഴികളാണ് ഈ റോഡിലുള്ളത്. അറ്റകുറ്റപ്പണി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡിലെ കുഴിയടക്കാൻ രംഗത്തിറങ്ങി. ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണിത്. ഈ പ്രദേശത്ത് അന്തർ സംസ്ഥാന പാതയാണ്. 2 KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളടക്കം ആയിരക്കണക്കിന് ആളുകൾ ദിവസം പോകുന്നു. 100 കണക്കിന് വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതുമായ റോഡാണ്. ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ യാത്രക്കാർക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒടുവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇറങ്ങി റോഡിലെ കുഴിയടയ്ക്കാൻ. ഡിവൈഎഫ്ഐ മുമ്പ് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതൊരു പ്രക്ഷോഭത്തിന്റെ ഭാഗമെന്നോടൊപ്പം തന്നെ കുത്തിക്കോരി ഇടുകയാണ്. ഇനി ഇതിനെ ചൊല്ലി ബാക്കി നടപടികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ ഇനിയും ഇതിന് പ്രതിഷേധമായിട്ട് മുന്നിലേക്ക് തന്നെ പോകും. JCB ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു കുഴികൾ അടച്ചത്. ഈ റോഡിന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം പ്രക്ഷോഭങ്ങൾ സമരങ്ങളുമായി മുന്നോട്ട് പോയി. ആ സമയത്ത് നിങ്ങൾക്കൊരു സർപ്രൈസുമായി വരാമെന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാളിതുവരെയായിട്ടും യാതൊരു രീതിയിലുള്ള ഒരു ഇടപെടലും നടത്തിയില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ നാടിന് ആവശ്യമായ ഈ റോഡ് കുഴികൾ അടച്ച് യാത്രായോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് റോഡ് അറ്റകുറ്റപ്പണിയെന്നും ഇത് നടപ്പാകാതെ വന്നതോടെയാണ് സന്നദ്ധ പ്രവർത്തനം നടത്തിയതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ. പിന്നെ സാധാരണ കുഴികളൊക്കെ അടയ്ക്കുമ്പോൾ അതിൽ വാഴ നട്ട് പ്രതിഷേധിക്കുന്ന രൂപത്തിലുള്ള സമരങ്ങളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകാറുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മുഴുവൻ ജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഡിവൈഎഫ്ഐ ഈ കുഴികളെല്ലാം അടച്ച് യാത്രായോഗ്യമാകുന്ന രൂപത്തിലേക്ക് ഈ റോഡിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സമര രീതിയുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നിട്ടുള്ളത്. റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയും പ്രക്ഷോഭത്തിലാണ്. 2022-23 കാലത്ത് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി 65 ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ജോയ് വ്യക്തമാക്കി. ജില്ലാ പഞ്ചായത്തിന് റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് പരിമിതം ആയതിനാലാണ് പ്രതിസന്ധി. 10 ലക്ഷം രൂപ നവീകരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. 14-ന് ചേരുന്ന ജില്ലാ ആസൂത്രണ സമിതിയിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുമെന്നും റോഡ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും അമൽ ജോയ് വ്യക്തമാക്കി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.